നമസ്കാരം. ശിവടീജന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹയർ സെക്കൻഡറി മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ നോക്കാം. അപ്പൊ നമുക്ക് അറിയാം, 2.5 മണിക്കൂറാണ് പരീക്ഷയുടെ സമയം. 80 മാർക്കാണ് നമുക്ക് കിട്ടേണ്ട മാർക്ക്. അപ്പൊ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം വളരെ പ്രയോജനപ്രദമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ചോദ്യങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണ്ടല്ലോ, ചോയ്സ് ഉണ്ട്. അപ്പൊ ചോയ്സിൽ ഏറ്റവും നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാനും അതുപോലെ വൺ വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനുമായിട്ട് നിങ്ങൾ ആ സമയം പ്രത്യേകിച്ച് വിനിയോഗിക്കണം. കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗിച്ചാൽ കൃത്യസമയത്തിന് മുമ്പ് തന്നെ നമുക്ക് പരീക്ഷ എഴുതി തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നമാണ്, നമ്മൾ ഈ കൂൾ ഓഫ് ടൈം തരുന്നത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പിന്നെ പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇപ്പോഴത്തെ +2 പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ വളരെ ടെൻഷൻ ഒന്നും വേണ്ട. പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന ആശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ 5 ഉത്തരം എഴുതിയാൽ മതി. ദുർജനങ്ങളുടെ സ്വഭാവത്തെ ശകുന്തള താരതമ്യം ചെയ്യുന്ന എന്തിനോടെല്ലാമാണ്? ദുർജനങ്ങൾ മത്തേഫത്തിനെ പോലെയാണ്. മത്തേഫം ആന ഏത് സമയത്ത് വേണമെങ്കിലും എന്റെ സ്വഭാവം മാറി നമ്മളെ ഉപദ്രവിക്കാം. അതുപോലെ ക്രുദ്ധനായ സർപ്പത്തെ പോലെയാണ് ദുർജനങ്ങൾ. അവരും ക്രുദ്ധനായ സർപ്പം, കോപിഷ്ഠനായ സർപ്പം എപ്പോ വേണമെങ്കിലും നമ്മളെ തിരിഞ്ഞു കടിക്കുക. അതുപോലെയാണ് ദുർജനങ്ങൾ എന്ന് പറയുന്നത്. കൊള്ളിവാക്കല്ലാതൊന്നും എന്ന പാഠഭാഗത്ത് ശീലാവതിക്ക് മാത്രം ചേരുന്ന വിശേഷണങ്ങൾ. ഒന്നാമത്തേത്, അവള് ഇല്ലങ്ങളിൽ ചെന്ന് അരിയും നെല്ലും ഒക്കെ യാചിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഭർത്താവിന് ആഹാരം പാകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ അവള് തന്റെ തന്നെ കാര്യത്തെ കുറിച്ച് പറയുന്ന എന്താണ്? ജാതക ദോഷം കൊണ്ട് ജീവിതം ദുരിതമയമായതാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ വിപണിയുടെ സ്വഭാവമായി അവതരിപ്പിക്കുന്ന എന്താണ്? അപ്പൊ എന്താണ് ഇപ്പോഴത്തെ വിപണിയുടെ സ്വഭാവം? ഉപഭോക്താവിനെ തന്നെ ഉൽപ്പന്നമാക്കി മാറ്റുകയാണ്. അതായത് അവകാശങ്ങളുടെ പ്രശ്നത്തിൽ ചിത്രം വാങ്ങാൻ പോയ ദിവാകരനെ തന്നെയാണ് അവിടെ ചിത്രമാക്കി നൽകുന്നത്. അതുപോലെ വാങ്ങാൻ വരുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു മാളിലാണ് സാധനം വാങ്ങാൻ പോകുന്നതെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും കൂടെ വാങ്ങുന്ന എന്താണ്? അത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊരു ആശയക്കുഴപ്പത്തിലായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനവും കൂടെ വാങ്ങാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അല്പം മുമ്പാണ് എന്റെ കൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ച വലിയൊരു മനുഷ്യന്റെ കണ്ണീർ ആ മണ്ണിൽ വീണത്. പ്രിയ വായനക്കാര, ക്ഷമിക്കുക, വികാരം എന്നെയും കീഴടക്കിയിരിക്കുന്നു. ഈ വരിയിൽ നിന്ന് കണ്ടെത്താവുന്ന സ്പോർട്സ് ഫീച്ചർ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ നിന്ന് കണ്ടെത്താവുന്ന 2 പ്രത്യേകതകൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. വൈകാരികമായ ഭാഷയാണത്. രണ്ടാമത്തെ പ്രത്യേകത ആലങ്കാരികമായ അവതരണം. അതായത് ആ ഒരു സ്പോർട്സ് ഫീച്ചർ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഭാഷ കൊണ്ടാണ് അത് നമുക്ക് ഒട്ടും ബോറടിക്കാതെ സരസമായി വായിച്ചു പോകാൻ കഴിയുന്നത്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.